പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഒരു വ്യക്തി നോമ്പനുഷ്ഠിച്ചാൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുമേ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, ആദരവായ ഒരു പ്രവാചകനെ പറയുകയാണ്. 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവന് അല്ലാഹു നൽകുന്നത്. പരിശുദ്ധമായ റജബ് മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ പാപ സുരക്ഷിതത്വമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പാപ സുരക്ഷിതത്വം അല്ലാഹു നൽകുകയാണ്. എല്ലാ പാപങ്ങളും പുറത്തു നൽകും. ശിഷ്ടകാലം അവന് പാപ സുരക്ഷിതത്വം നൽകും. തീർന്നില്ല. മൂന്നാമതായി പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തിയാൽ അവന് വല്ലാതെ വിഷമവും പ്രയാസവും നേരിടുന്നതായ ഘട്ടത്തിൽ, എല്ലാവരും ദാഹത്താൽ പരവശരാകുന്ന ഘട്ടത്തിൽ അവനൊരിക്കലും ദാഹമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകുമത്രേ. മഹ്ശറിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ, ദാഹിച്ച് പരവശനാകുമ്പോൾ ഇവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവൂല. ഇവന് വളരെ റാഹത്തായിരിക്കും. അവിടെ പ്രയാസം ഉണ്ടാവുകയേ ഇല്ല. ഇവന്റെ ദാഹമൊക്കെ അല്ലാഹു ശമിപ്പിച്ചിട്ടുണ്ടാകും. ആരാണിവൻ? റജബ് മാസത്തിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചവരാണ്. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രതിഫലം സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയപ്പോ, സ്വഹാബത്തിൽ പ്രായമുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കതിന് കഴിയില്ലല്ലോ റസൂലേ. ആരോഗ്യപരമായി ക്ഷയിച്ചതാകുന്ന വ്യക്തിയാണ്. എന്റെ ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി വന്നിരിക്കുകയാണ്. ഞാൻ ശരീരം വളരെ ക്ഷീണിച്ചതാകുന്ന അവശനായ വ്യക്തിയാണ്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ എനിക്ക് പ്രയാസമാണ് റസൂലേ. നോമ്പ് പിടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ എന്റെ ശരീരം അതിന് കഴിയുന്നില്ല റസൂലേ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ, പ്രായമുള്ളതാകുന്ന ശരീരം ക്ഷീണിക്കപ്പെട്ട വ്യക്തിയോട് പോലും അള്ളാന്റെ റസൂല് പറയുകയാണ്, മാസം മുഴുവനും നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത്. പാപമോചനം ലഭിക്കുന്നതാണ്. ശിഷ്ടകാലം പാപ സുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാള് നരകത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്ക് വല്ലാതെ ദാഹവും പരവശവും ഉണ്ടാവാതെ അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഈ 3 പ്രതിഫലവും ലഭിക്കാൻ ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളോട് പറഞ്ഞതാണ്. റജബ് മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രായമുള്ള ഉപ്പ ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മാസത്തിലെ 3 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ആദ്യത്തെ 10 ഒരു നോമ്പും, രണ്ടാമത്തെ 10 ഒരു നോമ്പും, മൂന്നാമത്തെ 10 നോമ്പും അനുഷ്ഠിക്കണേ. ഈ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രായമുള്ള വ്യക്തിയാണ്, അയാൾക്ക് പിടിക്കാൻ പറ്റത്തില്ല ഒരു മാസം മുഴുവനും എന്ന് ആവലാതി പറഞ്ഞപ്പോഴും, എന്നാ നീ ഒട്ടും പിടിക്കണ്ട എന്നല്ല പറഞ്ഞത്. എത്ര എണ്ണം പിടിക്കണം? 3 എണ്ണം പിടിക്കാനാ പറഞ്ഞത്. അതാ മനസ്സിലാക്കാൻ പറയാം. നമുക്കിവിടെ നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ശരീരത്തിനൊക്കെ വളരെ സെഹത്തുണ്ട്. ചെറിയ രോഗങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഇല്ലാത്തവർ ആരാ ഉള്ളത്? ചെറിയ കുട്ടികൾ പോലും പ്രസവിച്ച് കുറച്ച് നാളുകളായിട്ടുള്ളൂ, 1-2 ദിവസങ്ങളായിട്ടുള്ളൂ, മാസങ്ങളായിട്ടുള്ളൂ, വർഷങ്ങളായിട്ടുള്ളൂ, ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ, ഇൻസുലിൻ എടുക്കുന്ന കുട്ടികൾ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോകം അങ്ങനെ മാറി മറിഞ്ഞിരിക്കാൻ. അപ്പൊ എല്ലാ രോഗങ്ങളും ഒഴിവായി നിന്റെ ശരീരത്തിന് സിഹത്ത് കിട്ടിയതിന് ശേഷം നീ നോമ്പ് പിടിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും അത് സാധ്യമാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊരിക്കലും നടക്കൂല. എല്ലാ രോഗങ്ങളും എനിക്ക് ഒഴിവാകട്ടെ, എല്ലാ തിരക്കുകളും മാറട്ടെ, എൻ്റെ ശരീരത്തിന് നല്ല സിഹത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ പിടിച്ചോളാം. അതൊന്നും നടക്കൂല സഹോദരങ്ങൾ.
പല സഹോദരിമാരും അങ്ങനെയാണ്, എല്ലാം ഒഴിവാകട്ടെ. ഇപ്പൊ ചെറിയൊരു കൊളസ്ട്രോൾ ഉണ്ട്, ഇപ്പൊ വിരലിന്റെ തുഞ്ച ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, ആ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്നിട്ട് പിന്നെ പിടിക്കാം. ഇങ്ങനെ കാത്തിരുന്ന അവസാനം വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതല്ലാതെ, പ്രായാധിക്യം കൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതല്ലാതെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും പല സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഫീ റജബ്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കി പിടിച്ചിരുന്നു റജബ് മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം നോമ്പാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ പറയും ലാ നുഫ്തിറു, നബി തങ്ങളിനി നോമ്പ് മുറിക്കില്ല എന്ന് പറയും. ആ നിലയിൽ നബി തങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വനുഫ്തിറു, നബി തങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോൾ പ്രവാചകൻ നോമ്പ് മുറിക്കും, ചില സമയങ്ങളിൽ നോമ്പ് പിടിക്കാതെയും ഇരിക്കും. ഞങ്ങൾ പറയും ഹത്താ ലാ നസൂമു, ഇനി നബി തങ്ങൾ നോമ്പ് പിടിക്കില്ല എന്ന് ഞങ്ങൾ പറയും. ആ നിലയ്ക്കും നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റജബ് മാസം വന്നാൽ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പൂർത്തിയായി. നോമ്പ് പൂർത്തിയാക്കി പിടിക്കാതെയും ഇരുന്നിട്ടുണ്ട്. എന്തിനാ രണ്ടും കാണിച്ചു തന്നത്? രണ്ടും അനുവദനീയമാണ്. ചിലർ നോമ്പ് മുഴുവൻ റമദാൻ ഈ റജബിൽ പിടിച്ചിട്ട് ശഅബാനും അങ്ങനെ തന്നെ കൊണ്ടുപോയി അവസാനം റമദാൻ ആവുമ്പോൾ എല്ലാം ഹലാൽ. റമദാൻ ആകുമ്പോൾ തീരെ വയ്യ, അസുഖബാധിതനായി ഇടങ്ങേറായി കിടക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്ര നോമ്പ് പിടിച്ചാൽ മതി? ഒരു 3 നോമ്പ് പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 3 നോമ്പ് പിടിക്കുക. 3 നോമ്പ്, ഒന്ന് ആദ്യത്തെ 10, മറ്റൊന്ന് രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 അടുത്ത 1. ആദ്യത്തെ 10 കഴിഞ്ഞ് ഇനിയിപ്പോ ഈ 10 2 പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. അപ്പൊ ഈ രീതിയിൽ നോമ്പ് പിടിച്ച് നമ്മൾ മുന്നേറിയാൽ ഇൻഷാ അല്ലാഹ് റജബ് കൊണ്ട് വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 നോമ്പ് കൊണ്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, പാപമോചനം കിട്ടുകയാണ്, ഇസ്മത്ത് കിട്ടുകയാണ്, പാപ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയാണ്. അതിലെല്ലാം ഉപരി നാളെ ആഖിറത്തിൽ ദാഹം നമുക്കുണ്ടാവുകയേ ഇല്ല. എല്ലാവരും പ്രയാസപ്പെടുന്ന ആ സമയത്ത് അല്ലാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങൾ. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഇനി ഈ മാസത്തിൽ 3 പിടിക്കൂലേ എല്ലാവരും? ഒന്ന് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരും ഈ മജ്‌ലിസിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത്. കാരണം ഇതൊക്കെ കൂടുതൽ ഇഷ്ടവും താല്പര്യവും, എന്ത് ദിക്ർ പറഞ്ഞാലും എന്ത് സലാത്ത് പറഞ്ഞാലും ഏത് നോമ്പിന്റെ വിഷയം പറഞ്ഞാലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നത് സഹോദരിമാരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ മാസങ്ങൾക്കൊന്നും ഒരു മഹത്വവും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ബാധിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാത്തിനും എതിര് നിൽക്കുന്നവർ. നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ല, ഖുനൂത്ത് വേണ്ട, ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, യാസീൻ വേണ്ട, മരിച്ചെടുത്ത് ഓതണ്ട, മരിക്കുന്നതിന് മുമ്പ് ഓതണ്ട, ഒരു സമയത്ത് ഒരു ഖുർആൻ ഖത്മും വേണ്ട, ഒരു നന്മയും ജീവിതത്തിൽ വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരൊരു മാസങ്ങളെയും ബഹുമാനിക്കൂല, ഒരു ഹദീസും അവർക്ക് സ്വീകാര്യതയില്ല, എല്ലാ ഹദീസും തള്ളിക്കളയല. അങ്ങനെയെങ്കിൽ പിന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഹദീസൊക്കെ എവിടെ പോയി? 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ വ്യക്തികളുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയവരാണ്. കാണുന്ന ഹദീസ് എല്ലാം മൗദൂഅത്തിൽപ്പെട്ടതാണ്, അതൊന്നും സഹീഹല്ല, ഇത് ശരിയല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 6000-ൽ പരം ഹദീസുകൾ വരെയുള്ള ആ ഹദീസിന്റെ ഗ്രന്ഥം പോലും നമുക്ക് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിക്കണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ 10 ലക്ഷം ഹദീസ് അവിടെ പോയി. ഹദീസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 10 ലക്ഷം ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ബാലിശമായ വാദമാണ്. മുസ്ലിമീങ്ങളുടേതാകുന്ന തെളിവ്, പ്രമാണം നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ പ്രമാണമാണ് ഖുർആൻ, രണ്ടാമത്തത് ഹദീസ്, മൂന്നാമത്തത് ഇജ്മാ. ഇതൊക്കെ നമ്മുടെ പ്രമാണങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. ഹദീസുകളില്ല, അത് കേടാണ്, ഇത് കേടാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് സ്വഹീഹായ ഹദീസ്, ഏതാണ് ഹദീസുകളുള്ളത്? എല്ലാ ഹദീസും ഒഴിവാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും. അവരുടെ വാദഗതികൾ നമ്മൾ കേൾക്കേണ്ടതേയില്ല.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ഒരാളെ കുറിച്ചും മോശമായ ചിന്തയുണ്ടാവരുത്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ മാസത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടതായ കാര്യം അതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ സ്ഫുടം ചെയ്യാൻ പറ്റിയ മാസം. ഒരാളെ കുറിച്ച് മോശമാകുന്ന ഒരു ചിന്ത പോലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. ആ കാണുന്ന മനുഷ്യൻ, ആ വാതിലൂടെ വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് നോക്കാതെ നബി പറഞ്ഞ കാര്യം പറയും. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിലകൊള്ളുന്ന വേള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഞങ്ങൾ നിലകൊള്ളുമ്പോൾ നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പ്രവാചകന് സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ആ കാണുന്നതായ വാതിലിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ഒരു മനുഷ്യനിതാ കടന്നു വരും സ്വഹാബ. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? നോക്കുമ്പോൾ വാതിൽ ശൂന്യമാണ്, ഒരു മനുഷ്യനും അപ്പോൾ കടന്നു വന്നിട്ടില്ല. അല്പനേരം ഞങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വാതിലൂടെ കടന്നു വരുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ താടിയിലൂടെ വെള്ളം, ഒതുവെടുത്ത വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ട്, താഴത്തേക്ക് വരുന്നുണ്ട്. തൻതിഫു മിൻ ലഹിയതിഹി വളുഅഹു. ഒതുവെടുത്തതാകുന്ന വെള്ളം അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് ചെറുതായി ഇറ്റിട്ട് വീഴുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ രണ്ട് ചെരുപ്പുകളും തന്റെ ഇടത് കൈയിൽ പിടിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരു സാദാ സീതാ മനുഷ്യൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നോക്കുമ്പോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് നഗ്നത മാത്രം മറയാനുള്ളതാകുന്ന ഒരു വസ്ത്രമാണ്. വലിയ പണക്കാരനൊന്നുമല്ല, ഒരു സാദാ സീത ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത്. ഒളുവെടുത്തതിന്റെ വെള്ളം ഇങ്ങനെ താടിയിൽ നെറ്റി വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചു, അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് അറിയണമല്ലോ. പള്ളിയിൽ അദ്ദേഹം വന്നു. അദ്ദേഹം സ്വഹാബത്തിനിടയിലേക്ക് കയറിയിരുന്നു. പ്രവാചകരുടെ ക്ലാസ് തുടരുകയാണ്. നബി പിന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം വരുന്നതിന് മുമ്പാണ് കാര്യം പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലാണ്, ഒരു വ്യക്തി അതിലേക്കൂടെ വരുമെന്ന്. സ്വഹാബത്ത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ദിവസവും കടന്നു വരുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും. ഈ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വരും റജുലുൻ മിൻ ഹാദൽ ബാബി. ഈ വാതിലൂടെ കടന്നു വരുമത്രേ. മിൻ അഹ്ലിൽ ജന്ന. അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറയുകയാണ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട്, അതിശയപ്പെട്ടുകൊണ്ട്, ആരാണ് കടന്നു വരുന്നത്? അദ്ദേഹം നേടിയെടുത്തതാകും നന്മ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ തലേ ദിവസം കയറി വന്ന മനുഷ്യൻ അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി, അതേ വസ്ത്രവിധാനത്തിലും, അതേപോലെ തന്നെ ഒതുവെടുത്ത താടി രോമങ്ങളിലൂടെ വെള്ളമിറ്റിത്ത് വീണുകൊണ്ട് ഇടത് കൈയിൽ ചെറിയതാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. എന്താ ചെരുപ്പും പിടിച്ചോണ്ട് പള്ളിയിലോട്ട് വരുന്നു? അന്നൊക്കെ പള്ളിയിൽ മണ്ണ് വിരിച്ചതാകുന്ന പള്ളിയാണ്. ഇന്നും കണ്ടിട്ടില്ല നിങ്ങൾ ഹറമിലേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പ് കൈ പിടിച്ചോണ്ട് തന്നെ പോലല്ലോ. ആ ചെരുപ്പിൽ എന്ത് വേണം? ശുദ്ധി വേണം. എന്നാലേ ഉള്ളൂ തവാഫ് മറ്റിത്യാദി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ.
ടോയ്ലറ്റിലിട്ടുകൊണ്ട് പോയി വൃത്തിയായി കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാത്ത ചെരുപ്പാണെങ്കിൽ അതും കവറിലിട്ടിട്ട് റാഹത്തായിട്ട് ബാഗിലിട്ട് അവിടെ പോയി തവാഫ് തോളത്ത് തൂക്കിയിട്ടുണ്ട് തവാഫ് ചെയ്താൽ അവൻ്റെ തവാഫും പോയി എല്ലാ അമലും പോയി. അത് മനസ്സിലായിക്കോണം. സാന്ദർഭികമായി ഇടയിൽ പറയുന്ന ഒരു വിഷയമാണ്. കാരണം തവാഫ് ചെയ്യുന്ന വേളയിൽ എന്ത് വേണം? ശുദ്ധി വേണം, നിർബന്ധമാണ്, ഷുറത്താണ്. പലപ്പോഴും പല ഉമ്മമാരും അത് ശ്രദ്ധിക്കാറില്ല, സഹോദരങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ ഇടുന്ന ചെരുപ്പ് ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോയതാണ്, താച്ചയെ മുക്കി നിട്ടുകൊണ്ട് പോയ സാധനമായിട്ട് അവസാനം കാബയുടെ അവിടെ കൊണ്ട് തേച്ച് വെച്ചിരിക്കുക. സാധനം അവിടെ കൊണ്ട് ഭിത്തി കൊണ്ട് വെക്കുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുടക്കിയ പൈസയൊക്കെ വെറുതെ പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് കേട്ടാ. ഇടയിൽ പറഞ്ഞതാണ്, പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ചെരുപ്പ് അവിടെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ആ സ്റ്റാൻഡിന് നമ്പർ അറിയണം, കയറിപ്പോകുന്ന വാതിലിന്റെ നമ്പർ അറിയണം. ചിലർ കയറിപ്പോവും, അല്ലാ, പിന്നെ 3-ാം നമ്പർ ബാത്റൂം എന്ന് പറയാം. അവസാനം ഇറങ്ങി വരുമ്പോൾ 13-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങും. ഹലാ, കഴിഞ്ഞു. പള്ളി മുഴുവൻ കറങ്ങി മൊത്തം കണ്ടിട്ട് വരും. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ ഉംറയ്ക്ക് പോയപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള 2-3 പ്രായമാളുകളും ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഉപ്പായും അള്ളാഹുർക്ക് ആഫിയത്ത് കൊടുക്കുന്നു. അപ്പോൾ സുബൈക്ക് ശേഷം ഇതുപോലെ എല്ലാവരെയും പള്ളി കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു 10 മണിക്ക് നമുക്ക് പോകണം ഇത് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. 10 മണിയായിട്ട് കുറച്ച് ടീമുകളെ കാണുന്നില്ല, ഈ പ്രായമായ 1-2 ആളുകളെ കാണുന്നില്ല. അപ്പോൾ കൊണ്ട് നോക്കുമ്പോൾ അവരിങ്ങനെ ക്ഷീണിച്ച് അവശരായി റൂമിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു പള്ളി കാണാൻ പോകണം. ഓ, ഇനി കാണാനൊന്നുമില്ല ഉസ്താദ്. പള്ളിയും കണ്ട് അതിനപ്പുറവും കണ്ടു. കാരണം സുബഹിസ്കരിക്കാൻ വേണ്ടി 4 മണിക്ക് പള്ളിയിൽ പോയത്. ഇറങ്ങിയപ്പം അപ്പുറത്തെ ഭാഗത്തായി വഴി തെറ്റി പള്ളി മുഴുവൻ നടന്ന് കണ്ട് എല്ലാ വാതിലും കണ്ട് ജനലും കണ്ട് എല്ലാം കണ്ടിട്ട് വരിക. ഇനി ഞങ്ങൾ ഒരു പള്ളിയും കാണാനില്ല ഉസ്താദ് വയ്ക്കുക. മൊത്തം ഒരു നടന്ന് ക്ഷീണിച്ച് 10 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അപ്പോഴാണ് നമ്മൾ വിളിക്കുന്ന പള്ളി കാണാൻ പോകാൻ. പള്ളിയുടെ ഓരോ ഭാഗങ്ങൾ കാണാം, ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പൊ കയറിപ്പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ല. ചെരുപ്പ് സാധാരണ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അതിന് ഓരോ നമ്പർ ഉണ്ട്. 78 എന്ന് എഴുതിയ നമ്പർ. ആ 78 അവിടെ തന്നെ വന്നാൽ ആ സാധനം ആരും എടുത്തോണ്ട് പോകില്ല, സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും. പക്ഷേ 78 പിന്നെ വന്ന് നോക്കുമ്പോൾ വേറെ സ്ഥലത്താണ്. 1078 അവിടെ പോയിട്ട് അവൻ്റെ ചെരുപ്പ് തപ്പുകയാണ്. അതാണ് അവസ്ഥ. വേറെ ഭാഗത്ത് പോയി തപ്പുക. അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇത് കിറ്റിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്താക്കിയിട്ട് ഇതുമായിട്ട് ഒത്തോട്ടങ്ങ് പോവും. ഇതും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. നമ്മുടെ ചെരുപ്പും ഷൂവൊക്കെ ശുദ്ധിയില്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കണം, നമ്മുടേതാകുന്ന തവാഫ് ശരിയാവുകയില്ല. അതും വഹിച്ച് നിസ്കരിച്ചാലും അങ്ങനെ തന്നെയാണ്, നിസ്കാരവും ശരിയാവൂല. സാധാരണ രീതിയിൽ അത് കൊണ്ടുപോയി ചെരുപ്പ് മാറ്റിവെക്കും. മാറ്റിവെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, അല്ലേ? ഇതേപോലെയായിരുന്നു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും. അന്ന് തുടങ്ങിയതാണ് ഈ ചെരുപ്പ് നേരെ പള്ളിയിൽ കൊണ്ടുപോവുക, അകത്തുകൊണ്ടുവന്നൊരു സൈഡിൽ ഇരിക്കുന്ന ഒരു ഭാഗത്ത് മാറ്റിവെക്കും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട, ഇതാ ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് പോകുന്നത് ഇയാൾ അതുകൊണ്ട് സ്വർഗം കിട്ടിയതാണോ എന്ന് കരുതിയിട്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് വരണ്ട. ചെരുപ്പമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞു. അതല്ല പറയുന്നത്, ശേഷം കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3-ാമത്തെ ദിവസത്തിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ആ കാണുന്ന വാതിലിലൂടെ കടന്നു വരും. സ്വഹാബ ശ്രദ്ധിക്കണേ സ്വഹാബ. സ്വഹാബത്ത് പറയുകയാണ് ആശ്ചര്യത്തോടുകൂടി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു തഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. എല്ലാ സ്വഹാബത്തും ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി നോക്കുകയാണ്. നോക്കുമ്പോ ഫദഖല അലൈനാ റജുലുൻ മിനൽ അൻസാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായ അൻസാരികളിൽ പെട്ടതാകുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, അദ്ദേഹം ഇതാ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ ഒരു ചെരുപ്പ് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതാകുന്ന താടി രോമങ്ങളിലൂടെ വെള്ളം ഇതാ വുദൂഇന്റെ വെള്ളം പുറത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹജ്ലിസിലേക്ക്, ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുകയാണ്. കയറി
കിടക്കുകയാണ്. ആ മനുഷ്യൻ ഈ വിഷയവും ഒന്നും തന്നെ അറിയുന്നില്ല. തന്നെ കുറിച്ച് ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞതേ ഇല്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പാണ് നബി ഇത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടതാകുന്ന അനുയായിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഈ പറയപ്പെട്ട സ്വഹാബിയുടെ പിറകെ കൂടുകയാണ്. ഏത് വ്യക്തിയാണോ അൻസാരികൾപ്പെട്ട വ്യക്തി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പിറകിൽ കൂടി ഇശാ കഴിഞ്ഞപ്പോ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്റെ വാപ്പയുമായി ചെറിയ വിഷയത്തിൽ പിണങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം ചെയ്തു പോയി, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പോയി, അല്ലാ അദ്ഖുല ബൈതഹു ഇല്ലാ ബഅദ സലാസ്, 3 ദിവസങ്ങൾക്ക് ശേഷമല്ലാതെ ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു 3 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെയോ? വല്ല എതിർപ്പുമുണ്ടോ? വേണ്ടിയിട്ടൊരു പറയാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാപ്പായിട്ട് ചെറിയ പണക്കത്തില, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റൂല, 3 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന വ്യക്തിയോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ? അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹത്തിന്റെ നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, പോരാൻ പറഞ്ഞു, വീട്ടിലോട്ട് പോ. അങ്ങനെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടക്കുന്നു. ഇശാ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പ് ഇദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം മറ്റേ ആൾ എഴുന്നേൽക്കുന്നുണ്ട്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. സാധാരണ പോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ നേരെ പള്ളിയിലേക്ക് പോകുന്നു. ഇദ്ദേഹവും കൂടെ പോകുന്നു, ആ വീട്ടുകാരുടെ പോകുന്നു. എല്ലാ ദിവസവും ഇത് തന്നെ. 3 ദിവസം കടക്കാൻ മാത്രമാണ് പോകുന്നത്, പകല് പോകുന്നില്ല. എന്താ കാരണം? പകൽ ഇദ്ദേഹം കൂടെ പള്ളിയിൽ തന്നെ ഉണ്ട്. എപ്പോഴും നബിതങ്ങളുടെ ശിഷ്യനാണ്, എപ്പോഴും പള്ളിയിൽ തന്നെ. ഈ പറയുന്ന സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സ്വഹാബി എപ്പോഴും പള്ളിയിലുണ്ട്. അപ്പൊ പിന്നെ നോക്കിയാൽ മതി എന്താണെന്ന് ഇയാൾ ചെയ്യുന്നതെന്ന് പുറകെ നിന്ന് വീക്ഷിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുന്നത്, രാത്രിയിൽ നമ്മൾ കാണാതെ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യമായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു. സാധാരണ രീതി അങ്ങനെയാണല്ലോ, എല്ലാവരും രഹസ്യമായ അമലുകൾ ചെയ്യുന്ന ഒരു സമയവും സന്ദർഭവും രാത്രിയാണ്. അതിനാണ് ഭയങ്കര പ്രതിഫലവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രാത്രിയിൽ എന്തെങ്കിലും നമ്മൾ അറിയാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? പകലെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. രാത്രിയിൽ ചെയ്യുന്ന അമൽ എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് കൂടെ പോവാൻ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസവും 2ാമത്തെ ദിവസവും തദൈവ ഇതേപോലെ തന്നെ തുടർന്നു. പ്രത്യേകമായ അമലൊന്നും കാണുന്നില്ല. 3ാമത്തെ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. പ്രത്യേകമായ ഒരു അമലൊന്നും തന്നെ കാണുന്നില്ല, ദർശിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ഒരു അമലും കാണാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിയും. അപ്പൊ മനസ്സിലായി, ഇനിയിപ്പോ ഇയാളടുത്ത് നിന്നിട്ട് കാര്യമില്ല. വെറുതെ വാപ്പാട് പണക്കം എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാ. പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിയത് വാപ്പായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കൂടാൻ കാരണം സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടുപോയി. യതുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇതായി പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യം നബിതങ്ങൾ 3 ദിവസങ്ങളായി പറഞ്ഞപ്പോഴും ആ വാതിലിലൂടെ ആദ്യമായി കടന്നു വന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള അമൽ ചെയ്യുന്നതെന്നറിയാനാണ് 3 ദിവസം നിങ്ങളോടൊപ്പം ഞാൻ കൂടിയത്. പക്ഷെ എന്റെ നോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് അത്രയും തന്നെ നിങ്ങൾ ചെയ്യുന്നത് കാണാനില്ല.
ഞാൻ ചെയ്യുന്നതായ ഇബാദത്തുകളോളം നിങ്ങൾ ചെയ്യുന്നില്ല. എത്ര വലിയ അമലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും കളവ് പറയുകയില്ല. ഞാൻ അറിയാതെ ഇനി വല്ല രഹസ്യമായ അമലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ കാണാതെ നിങ്ങൾ വല്ല രഹസ്യമായ അമല് വല്ല ചെയ്യുന്നുണ്ടോ? ഞാൻ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരിക്കാൻ രാത്രിയിൽ ഉറങ്ങി എന്ന് വരുത്തുകയാണ്. നിങ്ങളൊന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് വല്ല ദിക്ർ ചെല്ലുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അമലാണ്. എല്ലാം നബി പഠിപ്പിച്ചതാണല്ലോ. നമ്മൾ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യഗണങ്ങളാണ്. നബി പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ രഹസ്യമായ ഒരു അമല് നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരും. നോക്കൂ, നിങ്ങൾ സ്വഹാബിയാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് അദ്ദേഹം. അവരൊക്കെ സ്വഹാബികളാണ്, റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ്. എന്നാൽ പോലും സ്വർഗത്തിൽ കിടക്കുമെന്നുള്ള ആ വാക്ക് നബിതങ്ങൾ ഇദ്ദേഹത്തെ 3 വട്ടം പറയണമെങ്കിൽ ഇദ്ദേഹത്തിലുള്ള ആ നന്മ കൂടി എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെ എത്ര വലിയ നന്മയാണ്, മനസ്സിന്റെ നന്മയാണത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അൻസാരിയാകുന്ന സഹാബി വര്യനെ പറയുകയാണ്, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത. നിങ്ങളെ കണ്ടതല്ലാതെ മറ്റൊന്നും എൻ്റെ അടുക്കൽ കൂടുതലായിട്ട് ഒരു അമലുമില്ല. ഒരു സുഹൃതവും നിങ്ങൾ കണ്ടതിനേക്കാൾ ഒരൽപ്പം പോലും എനിക്ക് ഇല്ലേ ഇല്ല. നിങ്ങൾ ഈ കണ്ടത് മാത്രമുള്ള എനിക്കുള്ളൂ. അപ്പൊ ഇദ്ദേഹം ആകെ നിരാശനായി. ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അംർ അൽ-ആസ് റളിയല്ലാഹു അൻഹു ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു പുറകോട്ട് പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുമ്പോ ഈ മനുഷ്യൻ തിരിച്ചു വിളിച്ചു. അൻസാരിയാകുന്ന സഹാബി വര്യന് പറയുകയാണ്, ഒരു കാര്യം എന്നിലുണ്ട്. അത് നമുക്ക് അടുത്ത ജുമായ്ക്ക് പറയാം. ഇങ്ങനെയുണ്ട് പരിപാടി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ അറിയൂലല്ലോ. എന്നാ കേട്ടോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം എന്നിലുണ്ട്. നിങ്ങൾ ഈ കണ്ടതാകുന്ന നിസ്കാരം തന്നെയാണ് എൻ്റെ നിസ്കാരം. നിങ്ങൾ ഈ കണ്ട ഇബാദത്തുകൾ തന്നെയാണ് എൻ്റെ ഇബാദത്ത്. രാത്രിയിൽ ഞാൻ എഴുന്നേക്കും, നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഞാൻ ഈ പകൽ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കും. എന്നെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് ഞാൻ സക്കാത്ത് കൊടുക്കും. പാവങ്ങളുടെ കണ്ണീരപ്പും നിരാലംബർക്ക് അവലംബമാകും, നിരാശ്രിതർക്ക് ആശ്രയത്വം കൊടുക്കും. ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശമില്ല. ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗൈശാ വലാ അഹ്സുദു على أحد من المسلمين على خير أعطاه الله إياهم. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ മുസ്ലിമീങ്ങളാകുന്ന ഒരൊറ്റ വ്യക്തിയോട് പോലും ഒരു വെറുപ്പോ വിദ്വേഷമോ എൻ്റെ ഹൃദയത്തിൽ ഇല്ലേ ഇല്ല. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു മുസ്ലിമിനോടും ഒരു മുസ്ലിമത്തിനോടും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് ഇല്ലേ ഇല്ല. വലാ അഹ്സുദു അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയോടും എനിക്ക് അസൂയ ഇല്ലേ ഇല്ല. അലാ ഖൈരിൻ ആതാഹു അല്ലാഹു ഇയ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും നന്മയുടെ വിഷയത്തിൽ അവർക്ക് കുതിര കൊടുത്തിട്ടുണ്ടാവാം, അവർക്ക് ഒട്ടകം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് സ്വർണം അല്ലാഹു അധികം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു സമ്പത്ത് ധാരാളം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു മനോഹരമായ വീട് അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുപോയിട്ടുണ്ടാവാം, മനോഹരമാകുന്ന വീട് അവർ വെച്ചിട്ടുണ്ടാവാം, നല്ല ഒരു കുടുംബ പശ്ചാത്തലം അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സുന്ദരിയായ ഭാര്യയെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടാവാം, സുന്ദരന്മാരാകുന്ന ചെറുപ്പക്കാരെ അല്ലാഹു വരനായി അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം,
അതിസുന്ദരി സുന്ദരമാരാകുന്ന മക്കളെ അള്ളാഹു കുടുംബത്തിന് സമ്മാനിച്ചിട്ടുണ്ടാവാം. ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വരെ എന്നെ മനസ്സെ പിടിച്ച് കുലുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരാളോടും അസൂയയോ വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരാളോടും എനിക്ക് ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു വെറുപ്പോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മനസ്സാ എൻ്റെ മനസ്സ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുമ്മാതല്ല, വഹുവ ലാ തുതീഖു ബിനാ, ഞങ്ങളെ കൊണ്ട് കഴിയാത്ത പണിയാണത്. അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് റളിയല്ലാഹു വിനയത്തിന്റെ ഭാഷ കൊണ്ട് പറയുക, ഞങ്ങൾക്ക് സാധിക്കാത്ത വലിയ അമലാണല്ലോ അൽഹംദുലില്ലാ നിങ്ങൾക്ക് സാധിച്ചത്, ഇത് ഞങ്ങൾക്ക് കഴിയില്ല, വലിയ നേട്ടമാണ് നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പോയി എന്ന് ഹദീസിൽ കാണാം. പഠിക്കണം ഇത്. എന്താണ് ഈ പറഞ്ഞത്? ഒരാളോടും ഒരു അനുഗ്രഹം അയാൾക്ക് കിട്ടിയ അയൽവക്കത്തുള്ള വ്യക്തി അയാൾ 2 നില വീടെടുക്കുന്നു. റമദാൻ വന്നപ്പോൾ പഴയതാകുന്ന റൂം വീടൊക്കെ പൊളിച്ചിട്ട് പുതിയത് വെക്കുന്നു. അല്ലെങ്കിൽ വർഷാവർഷം അയാൾ ടൗണിൽ 10 മുറി കടയെടുക്കുന്നു, 2 മുറി കടയെടുക്കുന്നു, 10 സെന്റ് ഭൂമി വാങ്ങിയിടുന്നു, പുതിയ പുതിയ വാഹനം അയാൾക്ക് കിട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മോമിനിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള വിഷയം അതാണ്, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. ഇതില്ലാത്ത ഒരൊറ്റ ആൾക്കാരില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.